പി ആർ സുനിൽ, ഒരുവിധ മുന്നൊരുക്കങ്ങളുമില്ലാതെ ഒരു പഠനവുമില്ലാതെ യഥാർത്ഥത്തിൽ ഒരാവശ്യം പോലും കേരളത്തിലെ ഒരു വനിതാ യാത്രക്കാരനും ഉന്നയിക്കാത്ത ഒരു വിഷയമാണ് സൗജന്യമായിട്ട് ഒരു മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്. അത് കൊടുത്തപ്പോൾ എല്ലാ KSRTC ബസ്സിലും വരുമെന്ന് കരുതി, പക്ഷേ അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുങ്ങി. ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് സ്ത്രീകളോടുള്ള ആദരവെന്ന നിലയിൽ ഇത് സമർപ്പിക്കുന്നുവെന്നാണ്. ഏകദേശം 3 മാസമാകുമ്പോഴേക്കും ആദരവ് ഔദാര്യമായി മാറുകയാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായും ഔദാര്യമാണെന്നാണ് ഇപ്പോൾ മന്ത്രി CP ജോൺ പറയുന്നത്. ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി പറയുകയാണ് ഇതൊരു ഔദാര്യമാണ്. കൃത്യമായി അദ്ദേഹം അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു എന്നതേ ഉള്ളൂ. നേരത്തെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ പദ്ധതി തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? പ്രിയദർശിനി പദ്ധതി എന്നായിരുന്നില്ല പേര്. KSRTCയിൽ കയറിക്കോളൂ, എല്ലാ സ്ത്രീകൾക്കും സൗജന്യം എന്ന് പറഞ്ഞ് തുടങ്ങിയ പദ്ധതി, ഈ പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ അത് കുറച്ച് ബസ്സുകളിൽ മാത്രമായി, അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി, അതിന് പ്രിയദർശിനി എന്ന് പേരിട്ടു. അങ്ങനെ കുറച്ച് ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോഴും ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആ ബസ്സുകളിൽ സ്ത്രീകൾ സൗജന്യ യാത്ര ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇതാ ആ വകുപ്പിൻ്റെ മന്ത്രി പറയുകയാണ് ഈ സൗജന്യ യാത്ര എല്ലാവർക്കും ഇല്ല, ഇത് എല്ലാവരെയും ഉദ്ദേശിച്ച് നടപ്പാക്കിയതല്ല, ഇത് ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ച് നടപ്പാക്കിയതാണ്, പക്ഷേ മറ്റു ചിലർ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് മന്ത്രി എന്ന് പറഞ്ഞത്. അതായത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നടപ്പാക്കിയ പദ്ധതിയല്ല ഇത് ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ച് നടപ്പാക്കിയതാണ്, അത് മറ്റു ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ഇന്ന് ഈ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി പറയുകയാണ്. അതായത് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ, അത് സമരം ചെയ്ത് നേടിയ അവകാശമല്ല, അങ്ങോട്ട് പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്കിതാ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രകടന പത്രിക ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച് അതിനുശേഷം വന്ന സമ്മർദ്ദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ അത് ഔദാര്യമായി മാറുകയാണ് എന്നതാണ് മന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന. നോക്കൂ, എന്താണെന്ന് മന്ത്രി പറഞ്ഞത്. ഇത് കേരളത്തിലെ സ്ത്രീകൾ അഭിനയിക്കുകയാണത്രേ, ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്ന്. ദാരിദ്ര്യം കേരളത്തിലെ സ്ത്രീകൾ അഭിനയിക്കുകയാണ്. ആ ദാരിദ്ര്യം അഭിനയിച്ചുകൊണ്ടാണ് ഈ KSRTC ബസ് കാണുമ്പോൾ എല്ലാവരും തിക്കിക്കയറി അതിനകത്തേക്ക് കയറുന്നത് എന്നതാണ് ഇന്ന് മന്ത്രിയുടെ പ്രസ്താവന. എത്രത്തോളം അപമാനകരമാണ്, കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം അപമാനകരമാണ്. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ഒരു ആദരവാണെന്നാണ്, പിന്നീട് ഉദ്ഘാടന ചടങ്ങിലും പറഞ്ഞു ഒരു ആദരവാണെന്നാണ്. അപമാനമാണ് ഇപ്പോൾ, അപമാനം. കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സർക്കാർ, ഈ വകുപ്പ് മന്ത്രിയും അതാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷവും അവിടെ കിടന്ന് ഉരുളുകയാണ്, പൂർണ്ണമായി അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടില്ല, അവിടെ കിടന്ന് ഉരുളുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സമീപനം. അപ്പോൾ ഇവിടെ മന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ടല്ലോ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കുന്നില്ല, നേരെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന അവിടെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. ആ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്ത്രീകളാണ് KSRTCയിൽ വന്ന് സൗജന്യ യാത്ര നടത്തുന്നത്. ഇതാണ് മന്ത്രി പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കണക്കുകൾ തന്നെ തെറ്റാണ്. മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും അറിയില്ല, അതെനിക്കിന്ന് മനസ്സിലായി. കാരണം CP ജോൺ എന്ന് പറയുന്ന ആൾ സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം SFIയിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, തൊഴിലാളി ആയിരുന്നു. അതിനുശേഷം MV രാഘവൻ്റെ കൂടെ CMPയിൽ ചേർന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. പക്ഷേ അദ്ദേഹം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന ആളാണ്, തൊഴിലാളി നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള വലിയ ചരിത്രമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചേയില്ല എന്നുള്ളതാണ്. CP ജോൺ എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്ന് ഒരിക്കലും കേരളം പ്രതീക്ഷിക്കാത്തൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം മന്ത്രിയായപ്പോൾ ഇവിടെ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു അഹങ്കാരം, അതായത് മന്ത്രി എന്നൊരു അഹങ്കാരം, മന്ത്രി എന്നൊരു ഹുങ്ക് എന്നതിലേക്ക് ഇവരൊക്കെ തന്നെ മാറുകയാണെന്നൊരു വലിയ ചോദ്യമാണ് എനിക്കുള്ളത്. നോക്കൂ, ഇവിടെ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് CP ജോൺ പറഞ്ഞല്ലോ, ഇന്ന് മന്ത്രി CP ജോൺ പറഞ്ഞല്ലോ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിദ്യാലയങ്ങളിലൊക്കെ തന്നെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദ്യാർത്ഥികൾ, 1-ാം ക്ലാസ്സിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗങ്ങളാണ്. അത് സർക്കാർ വിദ്യാലയങ്ങളായിക്കോട്ടെ, സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളായിക്കോട്ടെ. സ്വകാര്യ സ്കൂളുകളുടെ എണ്ണം ആകെ 1000 ഉള്ളൂ. നോക്ക്, കേരളത്തിലാകെ 12,951 സ്കൂളുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. അതിൽ 11,909 സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളാണ്. അതായത് സർക്കാർ വിദ്യാലയങ്ങൾ 4,693, സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ 7,216 അങ്ങനെ 11,909 പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസമുണ്ട്. ആകെ സ്വകാര്യ വിദ്യാഭ്യാസ സ്കൂളുകൾ 1042 ഉള്ളൂ. അതായത് കേരളത്തിലെ 12,951 വിദ്യാലയങ്ങളിൽ സ്വകാര്യ സ്കൂളുകൾ എന്ന് പറയുന്നത് 1042. ഇനി സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണെന്നറിയോ? ഏതാണ്ട് 29.27 ലക്ഷം, 30 ലക്ഷം
30 ലക്ഷം വിദ്യാർത്ഥികളാണ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത്. സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വെറും 3.5 ലക്ഷം. അപ്പോൾ ഇപ്പോഴും കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അത് ഈ സാമ്പത്തിക വ്യത്യാസമില്ലാതെ, ദരിദ്രരെന്നോ മധ്യവർഗമെന്നോ ഉന്നതവർഗമെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരുടെ വിദ്യാർത്ഥികളെ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഇപ്പോഴും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പൊതുവിദ്യാഭ്യാസ രംഗം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗം തന്നെയാണ്. അതാണ് ഈ കണക്കുകളൊക്കെ തന്നെ തെളിയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഈ 2 മേഖലയിലും, അതായത് സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2022-23 വർഷം സ്വകാര്യ സ്കൂളുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 47,000 ആണ്. പക്ഷേ 2026-27 വർഷം എത്തിയപ്പോൾ അത് 44,152 കുറഞ്ഞു. 3,711 വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു. സർക്കാർ സ്കൂളുകളിലും അതേപോലെയാണ്. 2022-23 വർഷം 2,62,000 ആളുകൾ പ്രവേശനം നേടിയപ്പോൾ 2026-27 വർഷം, ഈ അധ്യയന വർഷം, അത് 2.06 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലുമുണ്ട്. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ ആരും ചേരുന്നില്ല എന്നൊരു സാഹചര്യം കേരളത്തിലില്ല. അപ്പോൾ അതിനെക്കുറിച്ചും മന്ത്രിക്കൊരു ധാരണയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മന്ത്രി നടത്തിയിരിക്കുന്നത് KSRTCയുടെ വരുമാനം കുറഞ്ഞപ്പോൾ, KSRTCക്ക് ഇത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചപ്പോൾ അത് വലിയ സാമ്പത്തിക നഷ്ടമായപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരു നീക്കത്തിലേക്ക് CP ജോണിനെ പോലൊരു തൊഴിലാളി നേതാവ്, ഒരു ഇടതുപക്ഷ നേതാവ് മാറി എന്നുള്ളതാണ് എത്രത്തോളം അപമാനകരമാണ്. ഇനി മുഖ്യമന്ത്രി VD സതീശൻ, ഞാൻ പറയുന്നത് ഇത് CP ജോണിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഈ സർക്കാരിൻ്റെ ഒരു പൊതുവായ ഒരു സമീപനമാണ്. അത് മുഖ്യമന്ത്രി VD സതീശനിലും കാണാം. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രളയബാധിത മേഖലകളിൽ പോയല്ലോ. കഴിഞ്ഞ 3-4 ദിവസമായി അദ്ദേഹത്തെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ, കേരളത്തിലെ മുഴുവൻ സന്നദ്ധ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും വിമർശിച്ച ശേഷമാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ ദുരിതബാധിത മേഖലകളിലേക്ക് പോയിട്ടുള്ളത്. അത് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പ്രളയത്തിൽ മധ്യ കേരളത്തിലെ കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ജനങ്ങൾ ആകെ ദുരിതം അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയി. അതുപോലെ തന്നെ കോഴിക്കോട്ട് പൊന്നാനിയിലുള്ള സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അവിടെയുള്ള ദുരന്ത മേഖലകൾ സന്ദർശിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ ആശുപത്രിയിൽ സന്ദർശിക്കാനായി ഹെലികോപ്റ്ററിൽ വരുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയതാണ്. ആ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അത് വെളിപ്പെടുത്താനാകില്ല എന്ന് പറയുന്നു. എന്തൊരു അത്ഭുതമാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു പൊതു സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു രീതിയിൽ സർക്കാർ ജനങ്ങളെ കാണുന്നത് ശരിയല്ല. ദരിദ്രരെന്നോ അല്ലെങ്കിൽ മധ്യവർഗമെന്നോ ഉന്നതവർഗമെന്നോ എന്നൊന്നുമില്ല. ഭരണഘടന പറയുന്നത് എല്ലാവർക്കും തുല്യ അവകാശമാണ്. നിങ്ങളൊരു ആനുകൂല്യം അല്ല, നിങ്ങളൊരു അവകാശം നിങ്ങൾ സ്ത്രീകൾക്ക് കേരളത്തിൽ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് അവകാശമായി തന്നെ കൊണ്ടു നടക്കാനുള്ള, അത് നൽകാനുള്ള ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ട്. അതല്ലാതെ അത് നൽകിയ ശേഷം അവരെ ഈ രീതിയിൽ അപമാനിക്കരുത്. അധികാരത്തിലെത്തിയ ശേഷം എല്ലാം മറക്കുന്ന സമീപനം ഈ സർക്കാരിന് ഗുണം ചെയ്യില്ല. ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ നമ്മൾ നോക്കിയാൽ അധികാരത്തിലെത്തിയ ശേഷം എല്ലാം മറക്കുന്ന പ്രവണത ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് PM ശ്രീയിൽ കണ്ടിട്ടുണ്ട്, മറ്റ് പല നിലപാടുകളുടെയും കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെയും വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ച് പറയുന്നു PM ശ്രീയിൽ നിന്ന് പിന്മാറാനാകില്ല. 2 ദിവസം മുൻപാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് രേഖാമൂലം. അത് അബ്ദുൾ വഹാബ് MPക്ക് നൽകിയ മറുപടിയിലാണ് പറഞ്ഞത്. PM ശ്രീയിൽ കേരളത്തിന് വേണമെങ്കിൽ പിന്മാറാം, ഒപ്പിട്ടാലും പിന്മാറാം. PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നിത്യാനന്ദ റായ് പാർലമെന്റിൽ ആവർത്തിച്ച് പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി VD സതീശന് മാത്രം അത് മനസ്സിലാകുന്നില്ല. VD സതീശൻ ഇപ്പോഴും PM ശ്രീയുമായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതല്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സർക്കാരിൻ്റെ സമീപനമാകെ മാറുകയാണ്, മന്ത്രിമാരുടെ സമീപനമാകെ മാറുകയാണ്. അധികാരത്തിൻ്റെ അഹങ്കാരം അത് അധികാരത്തിലെത്തി 3 മാസം തികയുന്നതിന് മുൻപ് പല മന്ത്രിമാരിലും കാണുന്നു. അത് CP ജോണിലൂടെ ഇപ്പോൾ പ്രതിഫലിക്കുന്നു എന്ന് മാത്രം. Meet the editors.